തീർച്ചയായിട്ടും പാലക്കാട് എം എൽ എ ആണല്ലോ, സ്വാഭാവികമായിട്ടും. ഇപ്പം ഞാൻ ഇവിടെ ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും പാലക്കാട് എം എൽ എ എന്ന നിലയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ, ഒരു എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊരു വീഴ്ചയും ഇന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. അടുത്ത ദിവസങ്ങൾ അതിൻ്റെ 1.5 വർഷക്കാലത്തെ എം എൽ എ എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ വളരെ സന്തോഷകരമായി നിങ്ങളൊരു ചോദ്യമെങ്കിലും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കാൻ വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയാണല്ലോ സ്മൈൽ പദ്ധതി. എന്നെ വിമർശിക്കാനും എന്നെ ആക്ഷേപിക്കാനും വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ വേളയിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ആരെയും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാനോ ആളല്ല. പക്ഷെ ഞാൻ പറയുകയാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം ഒരു എം എൽ എ എന്ന നിലയിൽ 1.5 വർഷക്കാലം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷക്കാലം, 1.5 പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. ആ 1.5 വർഷക്കാലം കൊണ്ട് നമ്മൾ 12 വീടുകളുടെ തറക്കല്ല് ഇട്ട് നമ്മൾ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. ഇപ്പോൾ 5 വീടുകളുടെ താക്കോൽ ദാനം ഈ ദിവസങ്ങൾ തന്നെ നമ്മൾ കൈമാറുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാനിവിടെ കണ്ണാടിയിൽ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു കുറിപ്പ് കിട്ടുന്നത്. ആ ഒരു കുറിപ്പ് എനിക്ക് ഒരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പും, സ്റ്റേജ് കയറിയപ്പോൾ അടുത്ത കുറിപ്പ് അവൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടുകാരൻ്റെ ഒരു കുറിപ്പും. ആ 2 കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി, വളരെ അതേസമയം തന്നെ വിഷമവും തോന്നി. ആ സന്തോഷത്തിൽ നിന്നും വിഷമത്തിൽ നിന്നുമാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്യുന്നത്. ആ വീടിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മണിയോട് വലിയ സ്നേഹവും സന്തോഷവുമാണുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വളരെ വേഗത്തിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, തറക്കല്ലിട്ട ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അത് വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകുന്നു. നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ സർക്കാർ പല രീതിയിൽ നമ്മളെ മുടക്കാൻ ശ്രമിച്ച എല്ലാ പദ്ധതികളും നമുക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ ഭരണപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വീഴ്ച വന്നു എന്നുള്ളൊരു ഒരാൾക്കും, എന്നെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഒരു എതിരാളിക്ക് പോലും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് അതിനകത്ത് മാധ്യമപ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്തൂർ ഒരു സ്കൂള് അത് തകർച്ചയെ നേരിട്ടപ്പോൾ നിങ്ങളാണ് അതിന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ആ സ്കൂളിന് 1 കോടി രൂപയാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കൂട്ടായിട്ട് പാലക്കാട് ഒന്നിച്ച്, അതിൽ മാധ്യമപ്രവർത്തകർ, എന്നെ വിമർശിക്കുന്നവരുണ്ട്, എന്നെ എതിർക്കുന്നവരുണ്ട്, എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയേക്കുന്നവരുണ്ട്, എന്നെ ഒപ്പം ചേർത്ത് പിടിച്ചവരുണ്ട്, എന്നെ ചേർത്ത് സംരക്ഷിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കൂടെ, നമ്മളെല്ലാവരും കൂടെ പാലക്കാടാണ് നമ്മൾ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതിന്റെ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. പാലക്കാട് തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ സമയത്ത് താങ്കൾ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്, ഇപ്പോൾ നിലവിലെ എം എൽ എ ആണ്. ഇപ്പോൾ വികസന നേട്ടങ്ങളെ പറ്റി വിശദീകരിക്കാനോ ഒക്കെ ഈ ക്യാമ്പയിൻ സമയത്ത് താങ്കൾ പാലക്കാട് ഉണ്ടാകുമോ? വരും ദിവസങ്ങളിലൊക്കെ ക്യാമ്പയിൻ തുടങ്ങും. അല്ല, അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പാർട്ടിക്ക് അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തെയും പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകില്ല. പക്ഷേ ഒരു എം എൽ എ എന്ന നിലയിൽ ഈ നാടൊരവസരം തന്നപ്പോൾ, എൻ്റെ പ്രസ്ഥാനം ഒരവസരം തന്നപ്പോൾ 1.5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് പിന്നെ പുതിയ റോഡുകളുടെ രൂപത്തിലും ആശുപത്രി ബ്ലോക്കിൻ്റെ രൂപത്തിലും പുതിയ സ്കൂളുകളുടെ രൂപത്തിലുമെല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഓഡിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയം പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്നും ഭരിച്ചത്, ഇപ്പോഴും ഭരിച്ചത്. പക്ഷേ നമ്മൾ ഓഡിറ്റോറിയം നിർമ്മിക്കാനായിട്ട് കണ്ണാടിയിൽ ഓഡിറ്റോറിയം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ ഓഡിറ്റോറിയം നിർമ്മാണമായിട്ട് പോവുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല. ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നതാണ്. ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് നമ്മൾ അനുവദിച്ചൊരു ഫണ്ട് അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ്. അല്ലെങ്കിൽ നമുക്ക് ജനുവരിയോടുകൂടി തന്നെ നമുക്ക് ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമായിരുന്നു. ഒരു ഫണ്ട് നമുക്ക് അനുവാദം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന തടസ്സം മാത്രമാണ്. പക്ഷേ അതിനെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും 1.5 വർഷക്കാലം എന്തെല്ലാം ഇവിടെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളിലും ഞാൻ ഉണ്ടാവും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്. കാരണം ഞാൻ അവർക്ക് മത്സരിക്കണം എന്നാണ്. അല്ലത് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണല്ലോ. നമ്മൾ ഉണ്ടാകണം എന്ന് ഒരാൾ പറയുന്നത് നമുക്ക് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണ്. അതിപ്പം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, മറ്റൊരാൾ പറഞ്ഞാൽ സന്തോഷവും സ്നേഹമുള്ള കാര്യം. താങ്ക് യു.